മാളവിക വീഡിയോസ്. ഹായ് ഗൈസ്, മാളവിക വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. നമ്മൾ ഇവിടെ ഇനിയും പണിയാണ്ട് നമുക്ക്. അപ്പം നമ്മൾ ബാക്കി പണിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ എവിടെ വരെ എത്തിയെന്ന്. നമ്മളിത് ഇവിടെ ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ ഒരു ഏണി പോലെ വെച്ചു, ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ പാർട്ട് 1 ചെയ്തതായിരുന്നു, ഈ ഒരു ഫ്രണ്ട് ഏരിയ. പിന്നെ പാർട്ട് 2 നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നേരെ വീഡിയോയിലോട്ട്. നമ്മൾ ഈ വില്ലേജ് ഇത് 3ാമത്തെ പാർട്ടാണ്. ഞാൻ ഇത്രയും പതുക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സമയം. എനിക്ക് അങ്ങനെ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അധികം ഒന്നും എടുക്കൂല, കാരണം ഇത് രാത്രിയാണ് സമയം. എനിക്ക് ഉറങ്ങണം. ഇത് ഇത്രയും സമയം പണ്ടത്തെ ചുമയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് 9:45 ആയിട്ടുണ്ട്. 9:45. ഇവിടെ നിന്ന് എങ്ങനെ ഒരു കുഴി അല്ല, ഈ വില്ലേജ് നമ്മളിനി ഇങ്ങനെ നല്ല കാണണേന്ന് പറഞ്ഞിരുന്നു. നമ്മളെ 3ാമത്തെ പാർട്ടിൽ തന്നെ സംഭവം വേറെന്തൊക്കെയോ നമ്മൾ നല്ലൊരു സുന്ദര സാധനാക്കിയപ്പോൾ എവിടെ സുന്ദര സാധനം തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചത്. നമ്മൾ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ പെരത്തി. ഇനി നമ്മൾ ഈ പെരത്തി ഇവിടെ കെട്ടി. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ഹീപ്പായിക്കോളാം. അതൊക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. പിന്നുള്ളത് ഇങ്ങനെ ഒരു കുണ്ടിൻ്റെ കുഴി പോലൊരു സാധനം ഇവിടെ ഉണ്ട്. ഇതൊന്ന് പൊത്തി മൂടണം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പണിയണം. ഇവിടെ എനിക്കൊരു പണിയുണ്ട്. ഇവിടെ ഞാൻ ഉണ്ടല്ലോ സൂ പണിയെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി ഒരു വലിയ ഹോള് കൊടുത്തിട്ട് ഇവിടെ സൂ എന്നൊക്കെ എഴുതും. അതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ വേറെന്താ പണി? ഇതാണ് എൻ്റെ ഒരു വളഞ്ഞൊടിഞ്ഞ വില്ലേജും. പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടുന്നില്ല. ഇതൊരു പ്ലെയിൻ ഏരിയയില്ലേ, ഇവിടുന്ന് നമുക്ക് എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നു അതിന് ഞാൻ ഇങ്ങനെ ഒന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലുണ്ടല്ലോ എങ്ങനത്തെ എന്നറിയാൻ ആലോചിക്കുന്നത്, ഇതിലുണ്ടല്ലോ കൂടുതൽ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മളുടെ ഒരു ഹൗസ്, ഇത് നമ്മളായിട്ട് കണ്ടുപിടിച്ച് നമ്മളായിട്ട് ഉണ്ടാക്കിയൊരു ഹൗസ്. നമ്മളുടെ പ്ലാനിങ്ങിൽ, എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടാക്കിയൊരു ഹൗസ്. ഇനിയുണ്ടല്ലോ നമ്മളതിൽ ഒരുപാട് ബ്ലോക്സ് ഇല്ലേ, ഇതുണ്ട് പിന്നെ ഒരുപാട് ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ചെസ്റ്റ് ഉണ്ട്, അതേപോലെ CD ഉണ്ട്, പിന്നെന്താ ഈ വാളുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളില്ലേ. ഇതൊക്കെ കൊണ്ട് ഒരു ഹൗസ് അങ്ങോട്ട് ഉണ്ടാക്കുക. ഇതേപോലെ ചെസ്റ്റും കൊണ്ട് ഞാൻ ലാപ്ടോപ്പിൽ ഒരു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം എന്തോ കുറേ നാളായി അതൊക്കെ നോക്കിയിട്ട്. നമ്മൾ ഞാൻ അങ്ങനെയല്ല ആലോചിക്കുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ വേണോ അത് ഇതിലുള്ള ചതുരക്കട്ട പോലത്തെ കട്ടയായിട്ടുള്ള സാധനങ്ങൾ വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതേ, ഇപ്പം ഈ ടോർച്ച് മൈൻക്രാഫ്റ്റത്തേന് റിയൽ ലൈഫിലും ഉണ്ട് ഒരു ടോർച്ച്. പിന്നെ ഇത് മരം, റിയൽ ലൈഫിലും ഉണ്ട് ഒരു മരം. അപ്പോൾ റിയൽ ലൈഫിലുള്ള സാധനങ്ങൾ കൊണ്ടാണോ ഹൗസ് ഉണ്ടാക്കുന്നത്, അതോ മൈൻക്രാഫ്റ്റിലുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളും കൊണ്ടാണോ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ,
ഇനി നമുക്ക് വേറെ എന്ത് ചെയ്യണമില്ലേ? ഇതുണ്ടല്ലോ, നല്ലൊരു പ്ലാൻ എനിക്ക് കിട്ടുന്നില്ല. ഏറ്റവും വലിയ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം കേട്ടോ. നല്ല പ്ലാനിങ് കിട്ടുന്നില്ല, നല്ല സ്പോട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും വരുന്ന പ്രശ്നം. അപ്പം നമുക്ക് അതിലൊരു പരിഹാരം കണ്ടുപിടിക്കാം. എന്നാൽ പിന്നെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഒരുപാട് നേരം ഞാൻ ചെയ്യുന്നല്ലാതെ ഇപ്പം ഞാനൊരു തീരുമാനിക്കുന്നു. ഇവിടെ നമ്മളൊരു വ്യൂ പറഞ്ഞു വെച്ചിരുന്നല്ലോ, വ്യൂ ഇവിടെ അങ്ങോട്ട് പണിയണം. ഇത്രയേ ഉള്ളൂ. ഇവിടെ പണിയണം. ഇവിടെ എന്താ, ഇതൊക്കെ അടുത്തുള്ളൊരു വില്ലേജ് ആണോ നമുക്ക് കിട്ടിയേ? ഇത് പീസ്ഫുൾ അല്ലാണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താ ബെസ്റ്റ്. ഇതൊന്നും നമുക്ക് വേണ്ടേ? ഇനി കുറച്ച് നേരം കൂടി എനിക്കിങ്ങനെ നമുക്ക് വലിയ ടൈമൊന്നും കേട്ടോ, നമുക്ക് വേഗം പോകണം. ഞാൻ എന്ത് കഴിഞ്ഞെടുത്താലും എൻ്റെ ഏട്ടൻ എനിക്ക് എഡിറ്റിങ് പഠിപ്പിച്ചു തരാറ്. അപ്പോൾ പിന്നെ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതേപോലെ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ഈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ കൂട്ടുകാരൊക്കെ കൂടെ പറഞ്ഞു, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങൾ വരാം, ചാനലിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഇപ്പം അതിൻ്റെ മുകളിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ഇപ്പം കൂട്ടുകാരികൾ സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് സൂവിൻ്റെ ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. ഇത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആലോചിക്കണം. സോറി അവസാനം ഈ ഒരു ഡിസൈൻ മാത്രം കിട്ടിയുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ലോങ് ആക്കണം. ഞാൻ ഇത്രയും രാത്രി കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 10 മണിക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നു. എന്തായാലും ഇത് എഡിറ്റ് ചെയ്തിടുമ്പോൾ തന്നെ സമയമാവും. സോറി ഗൈസ്, ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. ഫസ്റ്റ് പാർട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് സെക്കൻഡ് പാർട്ട് ആദ്യം എടുത്തിട്ടു, പിന്നെ ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടു. അങ്ങനെ ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, എല്ലാവരും ഒന്ന് ക്ഷമിച്ച്. നമുക്കിവിടെ ഒരു ബില്ല് വിചാരിച്ചാലോ. ഇവിടെ ഒരു വില്ലേജറിനെ നമുക്ക് എന്താ അറിയുമോ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ കയറാനുള്ള ടിക്കറ്റ് ഒക്കെ ഇടണം, ഇന്നലെ കയറാൻ പറ്റും. ഇങ്ങനെ രീതിയിലാക്കാം. ഞാൻ ഒരുപാട് ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. നിനക്ക് പ്രശ്നമായി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടെ നിന്ന് നമുക്കിവിടുന്ന് വലിയ വലിയ റൈഡ്, അല്ലെങ്കിൽ സൂ ആക്കണ്ട, നമുക്കൊരു പാർക്കൊക്കെയല്ലോ. പാർക്ക് ഏരിയസ് അപ്പുറത്ത് നമുക്കൊരു പാർക്ക് മതി. ഇത് തൽക്കാലത്തിന് ഇവിടെ സൂ ആയിരുന്നു. സൂവും പാർക്കും എല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ രസമല്ലേ. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയും ഇടണം. ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ല. ഇവിടെ നമ്മളൊരു വില്ലേജ് നോക്കും. ഇങ്ങനെ നിൽക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊരു വില്ലേജർ വെച്ചു. ഇനിയിപ്പോൾ എന്താ അറിയോ, ഒരുപാട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ എന്താ അറിയോ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ നേരെ വായിക്കൊണ്ടേയിരിക്കും. എനിക്ക് അതിൻ്റെ ഇങ്ങനെ ഇരിക്കണം വയ്യ. ഇതിങ്ങനെ എടുത്ത് തീരുമ്പോഴത്തേനും ഇതൊരു സമയമാവുകയും ചെയ്യും. ഇനിയിപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇടുമെന്ന് ചോദിക്കണ്ട, ഞങ്ങളിടാം.
നിങ്ങൾ സ്റ്റോറി ആയിട്ടുള്ള അതൊക്കെ ഇടാം. ഇതൊന്നും ചേട്ടാ ടിക്കറ്റ് നമ്മൾ ഞങ്ങൾക്ക് പോകണം. ഇവിടെ നോക്കുമ്പോൾ ചേട്ടാ ടിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെയാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ ഒരുപാട് ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വലിയ കിളികളുള്ളതിനാൽ വേറെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്നതാണ്. മൈൻഡ് ചെയ്യാനുള്ള ഇങ്ങനെ നമ്മൾ കയറി 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 വളഞ്ഞ് ഇവിടെ എത്തും. ഇവിടെ നമ്മൾ തുറക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കയറണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും ഇത്രയും മതിയായിരുന്നു. ആകെ നമ്മൾ ഒരുപാട് ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇപ്പൊ സമയം 10:20 എനിക്കതിൻ്റെ ഉറക്കം തോന്നുകയില്ല. അപ്പം ഈ ഒരു സ്റ്റെപ്പും കൂടെ വെച്ചിട്ട് നെക്സ്റ്റ് പാർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഭാഗം ചെയ്ത് വെക്കണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറച്ച് ഭാഗം ചെയ്ത് വെക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേയിൽ ഇത്രയും മതി, ഇത്രയും കൊടുത്താൽ മതി. ഇവിടെ ടോർച്ചും കൂടി കുത്തി വെച്ചിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ നമുക്ക് ഡെക്കറേഷൻ കൊടുക്കാം, ഒക്കെ നമുക്ക് കൊടുക്കാം. ഒന്നും നിങ്ങൾ പഠിക്കും. കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.